കൂട്ടത്തിലൊരുത്തൻ്റെ ഗൾഫ് പോക്ക്. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ കാണുന്ന നമ്മളെ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാകുന്ന മഹബൂബക്ക ദുബായിക്ക് പോവുകയാണ്. പേരന്റെ ആധാരം മുതൽ വണ്ടിന്റെ RC വരെ അവസാനത്തെ നോട്ടം നോക്കി കണക്കൊക്കെ തീർത്ത് പോവാനൊരുങ്ങാണ്. കാർ അവസാനമായിട്ട് ഓനൊന്ന് ലോക്കാക്കി സ്കൂട്ടർ പൂട്ടി കണക്കും RCക്കുള്ള ഫയലും കൊണ്ട് ഗേറ്റൊക്കെ തുറന്നിട്ട് പോകാൻ ഇറങ്ങാണ് ചങ്ങായിമാരെ. ദുബായിലെ ഫെരാരിന്റെ ഇടയ്ക്ക് ഓൻ്റെ ഒപ്പം 10 കൊല്ലമായിട്ടുള്ള ഈ അൾട്ടോ അങ്ങോട്ട് കയറ്റണം എന്നുള്ള തീരുമാനത്തിലാണ് മൂപ്പര്. പീടിയയിലെ പറ്റു തീർത്ത് യാത്ര പറഞ്ഞ് വൈമൽ കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞ് ഇറങ്ങാണ്. ഓന് കൊണ്ടുപോകാൻ കുറച്ച് വർത്തായക്കൊക്കെ വേണമെന്ന്. അതായത് പയം ഇതളായി അരിഞ്ഞ് ആ ഇതൾ വെളിച്ചെണ്ണയിൽ കുളിച്ച് വന്ന ചിപ്സ് കീസാക്കി വാങ്ങിക്കൂട്ടി നമ്മളൊപ്പത്തിനൊപ്പം നടന്ന് വണ്ടിക്കാണ്ട് വെച്ച് രാത്രിയാണ് വിമാനം. പോണതിൻ്റെ മുന്നേ സൽക്കാരുണ്ട്. അതിനുള്ള ഗ്ലാസും പ്ലേറ്റൊക്കെ അതും വാങ്ങിയാണ് നടന്ന്. പെട്ടി കെട്ടുക എന്നൊരു ചടങ്ങുണ്ട്. ചങ്ങായിമാർ പെട്ടി കെട്ടാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കഞ്ചാവ് വരെ പെട്ടിൻ്റെ ഉള്ളിൽ വെച്ചിക്കാണ്ട് സാധു പ്രവാസികൾ കുടുങ്ങി പോണ കാലാണിത്. അഭിപ്രായം പറയാൻ വിമാനത്തിന്റെ വാതിൽപ്പൊളിയും കൂടി കടക്കാത്ത കുറേ ചങ്ങായിമാരുണ്ടാവും. തൂക്കം നോക്കി ഇറച്ചിപ്പത്തിരിയും അച്ചാറും പോത്ത് വരട്ടിയതും ചിപ്സും അങ്ങനെ തൂക്കം കൂട്ടാനുള്ള എല്ലാം അതിലും അടക്കി വെച്ച് പെട്ടി അങ്ങോട്ട് കെട്ടി. അതുവരെ ചിരിച്ചു കളിച്ചു നിന്ന നമ്മളെ മഹബൂബക്ക പതുക്കെ വേർക്കാൻ തുടങ്ങി. നാട് വിട്ട് നമ്മളൊക്കെ വിട്ടുപോണതിന്റെ വിഷമം മൂപ്പരാക്കാന്റെ മുഖത്ത് ഇങ്ങനെ തെളിയാൻ തുടങ്ങി. അതങ്ങനെ തന്നെയാണല്ലോ ഏതൊരു പ്രവാസിയും ഗൾഫിക്ക് പോകാൻ പെരേന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു പെടപടിച്ചിലാണ്. പിന്നെ ഒരു ചടങ്ങാണ്. ഓൻ്റെ റൂമിൽ കയറി ഇനി ആവശ്യമില്ലാത്തതും ഞമ്മക്ക് ആവശ്യമുള്ളതുമായ ഈ വക വസ്തുക്കളൊക്കെ കൈക്കലാക്കരുത്. അങ്ങനെ അച്ചി പെറുക്കിയിട്ട് കിട്ടിയതാണ് നമ്മളെ കയ്യിൽ ഈ കാണുന്നത്. അങ്ങനെ കല്യാണത്തിന് പുതിയാപ്പിള റൂമിൽ നിന്ന് ഇറങ്ങും പോലെ മൂപ്പര് റൂമിൽ നിന്ന് ഇറങ്ങി. മൂലിയേര് നല്ല കനത്തിൽ തന്നെ തോരുന്നതിന് എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞ് മൂപ്പര് പെരേന്ന് അങ്ങോട്ട് ഇറങ്ങി. പേര് എഴുതിയ പെട്ടി വണ്ടിക്കാണ്ട് വെച്ച് സൂസൊക്കാണ്ട് കെട്ടി വണ്ടിന്റെ മുമ്പിൽ മൂപ്പരാക്കിയും കുടുംബക്കാരും ബാക്കിലും നമ്മളും നമ്മളെ ചങ്ങായിമാരും വണ്ടിയിൽ. ഓൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും പുതിയാപ്പിള പോണതിൻ്റെ വേറൊരു കോലാണുള്ളത് എന്ന്. കോഴിക്കോട് എയർപോർട്ട്, അതായത് നമ്മളെ കൊണ്ടോട്ടിക്കാരെ വിമാനത്താവളത്തേക്ക് ഞങ്ങളാണ്ട് കയറി. ചങ്ങായിമാര് എന്നുള്ള നിലക്ക് ട്രോളി ഉന്തിയിട്ടും പെട്ടി താങ്ങിയിട്ടും ഞങ്ങൾ ഓരോരുത്തരും ഒപ്പത്തിനൊപ്പം നിന്ന് ബാപ്പാന്റെ തോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് 1-2 വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പാസ്പോർട്ടൊക്കെ ഒന്നും കൂടി നോക്കി മുന്നിക്ക് നീങ്ങാൻ തുടങ്ങി. പോണതിന്റെ മുന്നേ സ്റ്റോറി വെക്കാനൊരു ഫോട്ടോ വേണമല്ലോ. നമ്മളൊക്കെ നല്ല ചീർച്ച മോന്തയിട്ട് നിന്നപ്പോഴും മൂപ്പരാക്ക മാത്രം ആ സങ്കടം മുഖത്ത് കാണിച്ച്. പിന്നെ മാറിയുള്ള കെട്ടിപ്പിടുത്തത്തിന്റെ നേരാണ്. ഈ നാട് വിട്ട്, ഈ കമ്പനിക്കാരെ വിട്ട്, ഈ കളിക്കിരി തമാശകൾ വിട്ടു പോണേ ഏതൊരു പ്രവാസിന്റെയും ജീവിതത്തിലെ ഏറ്റവും വേദനയേറിയ നിമിഷങ്ങൾ. പുറമ ചിരിച്ചിട്ടാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പെടപെടക്കണേ പ്രവാസത്തേക്ക് കാലെടുത്ത് വെച്ച ഏതൊരാളും നേരിടണേ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വൈകാരിക നിമിഷമാണിത്. അങ്ങനെ സ്നേഹത്തിന്റെ, സങ്കടത്തിന്റെ, വികാരപരമായ ആ വലിയ ശരീരമുള്ള മനുഷ്യൻ മഹബൂബക്കാന്റെ കൈക്ക് ഞങ്ങൾ ട്രോളി അങ്ങോട്ട് കൊടുത്ത് പുറപ്പെടലെന്ന കവാടത്തു കൂടെ ദുബായിക്കോനെ കയറ്റി വിടുകയാണ്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ടാവും. കെട്ടിയോൻ ഗൾഫിക്ക് പോകുമ്പം, പെങ്ങള് പോകുമ്പം, കുട്ടികൾ പോകുമ്പം, ആങ്ങള പോകുമ്പം, ബാപ്പ പോകുമ്പം, അച്ഛനും അമ്മയും ഒക്കെ പോകുമ്പം, കാമുകനൊക്കെ എയർപോർട്ടിൽ നിന്ന് വിമാനം കയറുമ്പം ഉള്ളിൻ്റെ ഉള്ളിലൊരു പെടച്ചിലല്ലേ, ഒരു വേദനയല്ലേ. ആ വേദന അറിഞ്ഞോല് കമൻ്റായി രേഖപ്പെടുത്തിക്കോളി. നാട് വിട്ടു പോകാൻ, വീട് വിട്ടു പോകാൻ ഇഷ്ടം ആർക്കും ഉണ്ടാവില്ല. എന്നാലും സാഹചര്യം പെരക്കാർക്കും വേണ്ടി, പെങ്ങളെ കെട്ടിച്ചാൻ വേണ്ടി, മോളെ കെട്ടിച്ചാൻ വേണ്ടി, പെര ഉണ്ടാക്കാൻ വേണ്ടി പല ലക്ഷ്യങ്ങൾ മനസ്സിലിട്ട് കടൽ കടക്കുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നല്ലത് വരട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ വീഡിയോ സമർപ്പിച്ചാണ്. ഗൾഫ് പോകുമ്പം പെട്ടി കെട്ടണതിന് മുന്നേ കഞ്ചാവാണോ തരുന്നത് അതോ ഇറച്ചും പത്തിരി തന്നെയാണോ തരുന്നതെന്ന് ഏത് ചങ്ങായി കൊണ്ടുവന്നാലും ഒന്ന് തുറന്നു നോക്കാനുള്ള മനസ്സ് കാണിച്ചോളി. അല്ലെങ്കിൽ നമ്മളൊരു ചങ്ങായി വെട്ട മാതിരി വല്ലാത്തൊരു പെടലാവും പെട്ടുപോവുക എന്നും കൂടി ഓർമ്മിപ്പിക്കുക.